US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 70-ലധികം രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് 90 ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു. ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് 10% താരിഫ് മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. അധികമായി ചുമത്തിയ തീരുവയാണ് മരവിപ്പിച്ചത്. ഇതോടെ കഴിഞ്ഞ ദിവസം US വിപണിയും ഇന്ന് ഏഷ്യൻ വിപണികളും ശക്തമായ കുതിപ്പ് പ്രകടമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വിപണിയും നാളത്തെ സെഷനിൽ ഈ വാർത്തയോട് പോസിറ്റീവായി പ്രതികരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം RBI പലിശ നിരക്ക് കുറച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷവും തണുപ്പൻ പ്രതികരണമാണ് കഴിഞ്ഞ സെഷനിൽ വിപണിയിൽ കണ്ടത്. കൂടാതെ ഗോൾഡ് ലോണുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന തീരുമാനത്തിൽ ഗോൾഡ് ലോൺ കമ്പനികളുടെ ഓഹരികൾ നെഗറ്റീവായാണ് പ്രതികരിച്ചത്. പക്ഷേ ഗോൾഡ് ലോൺ ഗൈഡ് ലൈൻസ് കർശനമാക്കുകയല്ല, മറിച്ച് കൂടുതൽ സുതാര്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ നാളെ ഈ അപ്ഡേഷൻസിനോടും കമ്പനികളുടെ ഓഹരികൾ പോസിറ്റീവായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം TCS ഓഹരികളും ശ്രദ്ധാകേന്ദ്രമാകും. ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്ന TCS അടക്കമുള്ള IT ഓഹരികളിൽ അനലിസ്റ്റുകളുടെ വ്യൂവും ഒപ്പം IT ഓഹരികൾക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് വിലയുമാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. താരിഫ് കൺസേൺസും മറ്റ് വെല്ലുവിളികളും 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും IT ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ബ്രോക്കറേജ് ആയ ജെഫ്രീസ് പറയുന്നത്. അതിനാൽ IT കമ്പനികളുടെ ഏർണിംഗ്സ് പെർ ഷെയർ 2 മുതൽ 14% വരെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ IT ഓഹരികൾക്ക് ജെഫ്രീസ് നൽകുന്ന റേറ്റിംഗ് നോക്കാം. TCSന് ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത്. ഇതിനു മുൻപ് ബൈ എന്ന ശുപാർശയാണ് നൽകിയിരുന്നത്. ടാർഗറ്റ് വില 4530 രൂപയിൽ നിന്നും 3300 രൂപയ്ക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ് ഓഹരികൾക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത്. എന്നാൽ ടാർഗറ്റ് വില മുൻപ് നൽകിയ 1835 രൂപയിൽ നിന്നും 1700 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ടാർഗറ്റ് വില 7.4% കുറച്ചിരിക്കുന്നത്. കഫോജിനും ബൈ ശുപാർശ നൽകുമ്പോൾ ടാർഗറ്റ് വില കുറച്ചിരിക്കുന്നു. 10350 രൂപയിൽ നിന്നും 7860 രൂപയാക്കിയാണ് കുറച്ചത്. സജിലിറ്റി ഇന്ത്യക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ 48 രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത്. 64 രൂപയാണ് മുൻപ് നൽകിയിരുന്നത്. വിപ്രോ ഓഹരികൾക്കാവട്ടെ ടാർഗറ്റ് വില കുറയ്ക്കുന്നതോടൊപ്പം റേറ്റിംഗും കുറച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അണ്ടർ പെർഫോം എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 310 രൂപയിൽ നിന്നും 210 രൂപയാക്കി ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. LTI, മൈൻട്രി, എംഫസിസ് എന്നിവയാണ് ഡൗൺഗ്രേഡ് ചെയ്ത മറ്റ് ഓഹരികൾ. US മാർക്കറ്റിൽ കൂടുതൽ എക്സ്പോഷർ ഉള്ള കമ്പനികളാണിവ. എംഫസിസിന് ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത്. 2300 രൂപയാണ് ടാർഗറ്റ് വില. HCL ടെക്നോളജീസിന് ഹോൾഡ് എന്ന റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. ടാർഗറ്റ് വില 1900 രൂപയിൽ നിന്നും 1520 രൂപയ്ക്ക് കുറച്ചിട്ടുണ്ട്. MK ഗ്ലോബൽ TCSന് ബൈ ശുപാർശ നൽകുന്നുണ്ട്. 3900 രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത്. ജെഫ്രീസ് കൂടാതെ നോമുറ, മിഡ് ക്യാപ് സ്പേസിൽ കഫോജ്, ലാർജ് ക്യാപ് സ്പേസിൽ ഇൻഫോസിസ്, സ്മോൾ ക്യാപ്പിൽ ഇക്ലെക്സ് ഓഹരികളാണ് ബൈ ശുപാർശ നൽകുന്നത്. LTI, മൈൻട്രി, എംഫസിസ് ഓഹരികൾക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. JP മോർഗൻ HCL ടെക്കിന് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ആണ് നൽകിയത്. ടെക് മഹീന്ദ്രയ്ക്ക് ന്യൂട്രൽ സ്റ്റാൻസുമാണ് നൽകുന്നത്. IT കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ വരും സാമ്പത്തിക വർഷത്തേക്കുള്ള ഗൈഡൻസ് ശ്രദ്ധിക്കുക. വിപണിയിൽ IT ഓഹരികൾ ഈ വർഷം ആരംഭിച്ചതിനു ശേഷം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം. മിഡ് ക്യാപ് IT ഓഹരികളാണ് കൂട്ടത്തിൽ ഏറ്റവും ഇടിഞ്ഞിട്ടുള്ളത്. പെർസിസ്റ്റന്റ്, കഫോജ് എന്നിവ 30%-ലധികം ഇടിഞ്ഞപ്പോൾ HCL ടെക്, ഇൻഫോസിസ്, LTI, മൈൻട്രി, പെർസിസ്റ്റന്റ്, കഫോജ് എന്നിവ 30%-ലധികം ഇടിഞ്ഞപ്പോൾ HCL ടെക്, ഇൻഫോസിസ്, LTI, മൈൻട്രി, എംഫസിസ് തുടങ്ങിയ ഓഹരികൾ 25%-ലധികം ഇടിഞ്ഞിട്ടുണ്ട്.